ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, വിഭൂതി ഈ വാക്കിനർത്ഥം ചാരമെന്നാണ്. നമ്മുടെ ജീവിത അന്ത്യത്തെ അനുസ്മരിപ്പിക്കുന്ന ചാരം. നമ്മൾ പഴയ നിയമ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പ്രായശ്ചിത്ത ബലികൾ അർപ്പിക്കുന്നത് കാണുന്നു. നൊയിമ്പ്, ഉപവാസം, ദാനധർമ്മം, 3 വിധത്തിൽ നാം പാപപരിഹാരം അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത അന്ത്യത്തെ അനുസ്മരിപ്പിക്കുന്ന വിഭൂതി നൊയിമ്പ് ദിനങ്ങളുടെ ആരംഭമാണ്. നാം കരഞ്ഞപേക്ഷിക്കുകയാണ് ദൈവത്തോട് പാപപൂർത്തിക്ക് വേണ്ടി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കരഞ്ഞപേക്ഷിക്കുന്ന ജനത്തെ നാം കാണുന്നുണ്ട്. പാപപരിഹാരം ലഭിക്കുന്നതായാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 19-ാം തിരുവചനം പറയുന്നില്ലേ, നിന്റെ വിലാപസ്വരം കേട്ട് കർത്താവ് കരുണ കാണിക്കും. നമുക്ക് ആ കരുണ ആവശ്യമല്ലേ പ്രിയപ്പെട്ടവരെ? നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ വലിയ സ്പർശനം ഈ നിമിഷം തന്നെ എല്ലാവർക്കും ലഭിക്കട്ടെ. നല്ലൊരു ജീവിതം ആരംഭിക്കുവാൻ ഈ ദിനം സഹായിക്കട്ടെ. ആമേൻ.